അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KPCC-യിൽ ഉടൻ നാഥൻ വരും. അതോടുകൂടി UDF വിളിച്ച് ചേർക്കുകയും ചെയ്യും. പക്ഷേ തിരിച്ച് പ്രതിപക്ഷത്തെ നിരയിലേക്ക് നോക്കിയാലോ, അവിടെ LDF യോഗവും വിളിച്ചിട്ടില്ല. ഭരണപക്ഷത്ത് UDF യോഗവും ചേരുന്നില്ല, പ്രതിപക്ഷത്ത് LDF യോഗവും ചേരുന്നില്ല. ഭരണപക്ഷത്ത് KPCC-ക്ക് നാഥനില്ല. LDF-ന്റെ കാര്യത്തിലാണെങ്കിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി ഇപ്പോൾ തർക്കം മുറുകുകയുമാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPM വിട്ടുകൊടുക്കില്ല. കിട്ടിയേ തീരൂ എന്ന നിലപാടിൽ CPI-യും നിൽക്കുമ്പോൾ ഇന്നും തീരുമാനമുണ്ടാകാൻ ഇടയില്ല. TP രാമകൃഷ്ണൻ CPI നേതാക്കളെ ഉച്ചയ്ക്ക് മുമ്പ് MN-ലെത്തി കാണും. കടുംപിടുത്തം ഉപേക്ഷിക്കണമെന്ന ആവശ്യം TP രാമകൃഷ്ണൻ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കും. CPM സെക്രട്ടേറിയറ്റും CPI എക്സിക്യൂട്ടീവും ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള നീക്കങ്ങൾ ഇന്ന് തന്നെ ചർച്ച ചെയ്യും. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, താൻ പിടിച്ച കൊമ്പിന് 3 കൊമ്പ് എന്ന മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരും അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. CPI-ക്ക് ഉപനേതൃ സ്ഥാനം കിട്ടിയേ പറ്റത്തുള്ളൂ, പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം കിട്ടിയേ പറ്റൂ. CPM-നാണെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റത്തുമില്ല. ഇതെങ്ങനെ എന്നാൽ ചർച്ച എങ്ങനെ സാധ്യമാവും? സങ്കീർണമാവുമോ കാര്യങ്ങൾ? അരുൺകുമാർ, കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സങ്കീർണമാണ്. പക്ഷേ അവസാനം ആര് വിജയിക്കും എന്നാണ് കാണേണ്ടത്. നിലവിലെ ഒരു ചർച്ചയുടെ പോക്ക് കണ്ടിട്ട് CPI ഇത്തവണയും ഒന്ന് CPM-ന്റെ മുമ്പിൽ അയഞ്ഞു കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം CPI-ന്റെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI-ന്റെ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് ഏതാണ്ട് എല്ലാ നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് പാർട്ടി എടുത്ത തീരുമാനമാണ്. പക്ഷേ അത് CPI-യെ പറഞ്ഞ് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് CPI-ന്റെ മുമ്പിലുള്ള വഴി. ഇന്നലെ ചേർന്ന പല യോഗങ്ങൾ, അനൗദ്യോഗിക യോഗങ്ങളുണ്ട്. ആ യോഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ധാരണയിലാണ് അവർ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ എക്കൈ സെൻറ്ററിൽ CPI-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. ആ സെക്രട്ടേറിയറ്റിൽ തുടക്കത്തിൽ കുറച്ച് സമയം പങ്കെടുത്തതിന് ശേഷമായിരിക്കും TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെയും മറ്റു CPI നേതാക്കളെയും കാണുക. അതിൽ മുന്നോട്ട് വെക്കാൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതായത് ഉപനേതാവ് പദവി CPIM-ന് തന്നെ വേണം. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പിണറായി വിജയൻ നിൽക്കുന്നുണ്ട്. പുറത്ത് കുറച്ചുകൂടി ആക്റ്റീവായി ഓടി നിൽക്കാൻ പറ്റുന്ന ഒരാളെന്ന നിലയിലാണ് KN ബാലഗോപാലിനെ കാണുന്നത്. അതുകൊണ്ട് ഇത്തവണ ഒന്ന് CPI വഴങ്ങിത്തരണം. ഇനി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ മറ്റു പദവികളൊക്കെ ഉണ്ടാവുകയാണെങ്കിലോ CPI-യെ ആദ്യം പരിഗണിക്കാം എന്നൊരു ദൂതായിരിക്കും TP രാമകൃഷ്ണൻ ബിനോയ് വിശ്വത്തിന് മുമ്പിൽ വയ്ക്കുക. പക്ഷേ ഇന്നലെ ചേർന്ന കൗൺസിലിൽ ഇന്ന് CPI-യുടെ എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്. അതിലൊക്കെ അവരുടെ പൊതുവികാരം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എങ്ങനെയും വാങ്ങിയെടുത്തേ മതിയാകൂ എന്നതാണ്. അതുകൊണ്ട് അതൊരു അഭിമാന പ്രശ്നമായി കൂടി CPI കാണുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമല്ല. മറ്റു ഓപ്ഷൻസ് ഒന്നും രണ്ട് ഭാഗത്തു നിന്ന് പറഞ്ഞു കേൾക്കുന്നുമില്ല. ഇന്നത്തോടു കൂടി ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ തീരെ കുറവാണ് താൻ. ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദാണ്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിട്ടുകൊടുക്കില്ലെന്ന് CPM, കിട്ടിയേ പറ്റൂ എന്ന് CPI. ഇതിനിടയിലാണ് ചർച്ച നടക്കാൻ പോകുന്നത്. ഇതിലാര് അയയും എന്നുള്ളതാണ് ചോദ്യം. പതിവ് പോലെ അനിയനായ CPI ചേട്ടനായ CPM-ന് മുന്നിൽ വഴങ്ങുമോ എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം.